നിധിയാണോ വസു ഉദ്ദേശിച്ചത്? അതിന് അവളെവിടെ പോയി? അല്ല, അപ്പൊ ഏട്ടത്തി ഇവിടെ സ്ഥിരമായിട്ട് കഥയറിയാതെ ആട്ടം കണ്ടോണ്ടിരിക്കുകയാണല്ലേ? എന്റെ ഏട്ടത്തി നിധി ഗൗതമിനെ വിളിച്ച് വേഗം ഹോസ്പിറ്റലിലേക്ക് വരാനൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അതിന് പിന്നാലെ അവൾ ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്തു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിധി വീണ്ടും ശിവാനിയുടെ അടുത്തേക്ക് പോയോ? നിധി മാത്രമല്ല, ഏട്ടത്തിയുടെ പുന്നാര മോനെയും അവള് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ? ഡിസ്ചാർജ് ആയി കഴിയുന്ന ശിവാനിയെ രാജകീയ പ്രൗഢിയോടെ തന്നെ ഗൗതമിന്റെ കാറില് അവളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കണമല്ലോ, അതിനുവേണ്ടി. ഇപ്പോ ശിവാനിയുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെയുള്ള സർവ്വകാര്യങ്ങളും ഗൗതമാണ് നോക്കുന്നതെന്നാ കേട്ടത്. ഇനി ചികിത്സയും സുഖചികിത്സയും അനുബന്ധ നടപടിക്രമങ്ങളും ഒക്കെ കഴിഞ്ഞു വേണമല്ലോ അവളെ ഏട്ടത്തിയുടെ മരുമോളായിട്ട് വീണ്ടും ഇവിടേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ. അതിനെ ഞാൻ മരിക്കണം. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കുന്നു പ്രതീക്ഷിക്കണ്ട. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി വാശി പിടിക്കല്ലേ ഏട്ടത്തി. തോറ്റു പോവേ ഉള്ളൂ ഏട്ടത്തി. ഏട്ടത്തിയുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ശിവാനിക്ക് വേണ്ടി പൂജ നടത്തുന്ന കാര്യം നിധി പറഞ്ഞത്. ഇനി ആരൊക്കെ എതിർത്താലും എത്രയൊക്കെ പ്രതിരോധം തീർത്താലും നിധി ആഗ്രഹിച്ചത് എന്താണോ അത് തന്നെ ഈ വീട്ടിൽ നടക്കും. നമ്മളെ ഒരാള് തോൽപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ നമ്മൾ തോറ്റു മരിക്കേണ്ടി വരുമെന്ന് ഉറപ്പായാൽ കീഴടങ്ങുന്നതാണ് ബുദ്ധി. അതുകൊണ്ട് വേണമെങ്കിൽ ഏട്ടത്തിക്ക് ശിവാനിയെ പോയെന്ന് കാണാൻ കേട്ടോ. അതിലൊരു തെറ്റുമില്ലെന്നേ.